നമസ്കാരം. ഫീലിംഗ് ഒരു ലോഡ് പുച്ഛം, ഇതാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ സ്ഥായി ഭാവം. കഴിഞ്ഞ 5 വർഷവും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അങ്ങനെയല്ലാതെ വേറൊരു രീതിയിലും നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയില്ല. മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ, സർക്കാരിനെതിരെ ഒക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാം. പക്ഷെ മാന്യമായിരിക്കണം. എന്നാൽ ഒരു മാന്യതയും പുലർത്താത്ത ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു വി.ഡി. സതീശൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം സഭയിൽ നടത്തിയ വ്യക്തി അധിക്ഷേപങ്ങളും ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന പല രീതിയിലുള്ള പരാമർശങ്ങളും ഒക്കെ കണ്ടപ്പോൾ ചന്തയിലെ ചട്ടമ്പിയാണോ എന്ന് പോലും തോന്നിപ്പോയി. മന്ത്രിമാരെ വിവരദോഷി എന്ന് വിളിക്കുക, അതുപോലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയെ വ്യക്തിപരമായിട്ട് മോശമായ രീതിയിൽ അധിക്ഷേപിക്കുക, ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സഭയിൽ കണ്ടത്. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്ന ഒരു നേതാവിന്റെ സമനില തെറ്റുന്നത് സ്വാഭാവികമാണ്. എന്നിരുന്നാൽ പോലും സഭയിൽ പുലർത്തേണ്ട ഒരു മാന്യത പ്രതിപക്ഷ നേതാവ് പുലർത്തിയില്ല എന്നത് ഏറെ നിരാശാജനകമെന്ന് പറയാതെ വയ്യ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശൻ കുറച്ചുകൂടി ഒക്കെ പക്വത കാണിക്കണമായിരുന്നു. പക്ഷെ അതൊന്നും കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ നമ്മുടെ ഇന്നലത്തെ ഇദ്ദേഹത്തിന്റെ ഈ പെർഫോമൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പല രീതിയിലുള്ള ഇദ്ദേഹത്തിനെതിരെ പോസ്റ്റുകളൊക്കെ പലരും ഇട്ട് കണ്ടു. പലരുമൊക്കെ ഇദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ പല രീതിയിലുള്ള ഇത്തരം സ്വഭാവ ദൂഷ്യത്തിനെതിരെയൊക്കെ രംഗത്ത് വന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോ ഇന്ന് മന്ത്രി എം പി രാജേഷ് ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റ് ചെയ്യാൻ കണ്ടപ്പോൾ എനിക്കത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം വളരെ മികച്ച ഒരു പോസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. നമുക്കതൊന്ന് നോക്കാം. ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ലിൻഡോയും പ്രതിപക്ഷ നേതാവും 2 രാഷ്ട്രീയം, 2 സംസ്കാരം. ലിൻഡോ ജോസഫ് ആ പാപിയെ വെറുത്തില്ല. ഗാന്ധിജി പറഞ്ഞ പോലെ പാപത്തെ മാത്രം വെറുത്തു. യേശുവിനെ പോലെ ശത്രുത കാണിച്ചയാളോടും പൊറുത്തു. വികലാംഗൻ എന്ന് വിളിച്ചാണ് ലിൻഡോ ജോസഫ് MLA ലീഗ് പ്രവർത്തകൻ ക്രൂരമായി അധിക്ഷേപിച്ചത്. കാരണം രാഷ്ട്രീയ വിരോധം മാത്രം. ലിൻഡോയുടെ ശാരീരിക പരിമിതി പോലും അന്യർക്ക് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ട് സംഭവിച്ചതാണെന്ന് ലീഗുകാർക്കറിയുമോ? ദീർഘദൂര ഓട്ടക്കാരനായി കേരളത്തിനായി മെഡലുകൾ വാരിക്കൂട്ടിയ മികച്ച അത്ലറ്റായിരുന്നു ലിൻഡോ. വോളിബോൾ കളിക്കളത്തിൽ കുതിച്ചുയർന്ന് ഏത് ബ്ലോക്കിനെയും ഭേദിക്കുന്ന കിടിലൻ സ്മാഷുകൾ വർഷിച്ച മികച്ച കളിക്കാരനുമായിരുന്നു. പ്രളയകാലത്ത് അത്യാസന്ന നിലയിലായ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഡ്രൈവറെ കിട്ടാതെ വന്നപ്പോഴാണ് ലിൻഡോ സ്വയം ഡ്രൈവറായത്. അന്നുണ്ടായ അപകടത്തിലാണ് ലിൻഡോയെ അംഗപരിമിതനാക്കിയത്. അതിൽ തളരാതെ ലിൻഡോ ക്ലച്ചസിൽ പൊതുപ്രവർത്തനം നടത്തി. ചെറുപ്പത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റും MLA-യുമായി. നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി. ലീഗുകാർക്കും UDF-കാർക്കും വിരോധവുമായി. വലതുപക്ഷത്തിന്റെ എക്കാലത്തെയും രാഷ്ട്രീയ ആയുധമാണ് വ്യക്തി അധിക്ഷേപം. പ്രതിപക്ഷ നേതാവ് തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടു. മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ എന്തെല്ലാം പറഞ്ഞാണ് അദ്ദേഹം ആക്ഷേപിച്ചത്? പുസ്തകം വായിക്കുന്നുവെന്ന് പറയുന്ന ആളുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള അധിക്ഷേപ പദങ്ങൾ വരാമോ? ഇത്രയും സഹിഷ്ണുതയില്ലാതെ പെരുമാറാമോ? എങ്കിൽ പിന്നെ പുസ്തകം വായിച്ചിട്ട് എന്ത് പ്രയോജനം? വെറുപ്പും പകയും ഒക്കെ ഉണ്ടാകുന്ന പുസ്തകങ്ങളാണോ അദ്ദേഹം വായിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയമായി വിമർശിക്കുമെന്നല്ലേ പ്രതീക്ഷിക്കുക? പ്രതിപക്ഷ നേതാവ് തന്നെ എതിരാളികളെ വ്യക്തിപരമായി ആക്രമിക്കാൻ മാതൃക കാണിച്ചാൽ പിന്നെ, അല്ലെങ്കിൽ തെറിക്കൂട്ടമായി മാറിയ അണികൾക്ക് എന്താണ് പറഞ്ഞുകൂടാത്തത്? ഇത് ഇന്ന് തുടങ്ങിയതല്ല. മഹാനായ EMS-നെ ഇവർ വിളിച്ചത് വിക്കൻ എന്നാണ്. പ്രഗത്ഭനായ മുണ്ടശ്ശേരിയെ മുണ്ടശ്ശേരി, മണ്ടേലെന്താ ചകിരിച്ചോറോ ചാരായമോ എന്ന്, ഗൗരിയമ്മയെ ഗൗരിച്ചോത്തി എന്ന്, കാലൻ എന്ന് വന്ന് വിളിച്ചിട്ടും ഗോപാലന്തേ പോകാത്തു എന്ന് AKG ആശുപത്രിയിൽ കിടക്കുമ്പോൾ വിളിച്ചവരാണിവർ. അവരുടെ പിന്മുറക്കാരായ ഇന്നത്തെ യുവ നേതാക്കൾ മരണാനന്തരവും AKGയെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. മരിച്ചാലും തീരാത്ത പക, ചെത്തുകാരന്റെ മകൻ, കരിങ്കുരങ്ങ്, കിടിങ്ങാക്ഷി അമ്മ, കോവിഡ് റാണി വെറും സൈബർ ഗുണ്ടകളുടെയല്ല, UDF-ന്റെ തലമുതിർന്ന നേതാക്കളുടെ സമീപകാല മൊഴിമുത്തുകളാണിവ. പക്ഷെ അവരുടെ അധിക്ഷേപ വാക്കുകളൊന്നും മാധ്യമ ഓഡിറ്റിന് വിധേയമല്ല എന്ന് മാത്രം. അതൊരു രാഷ്ട്രീയ സംസ്കാരമാണ്. എതിരാളികളെ ആക്ഷേപിച്ച് ശീലമായപ്പോൾ സ്വന്തം നേതാക്കളോടും വിയോജിപ്പുള്ള എല്ലാവരോടും ഈ ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട്. പഴയൊരു KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ച വാക്ക് ഇവിടെ എഴുതാനാവില്ലല്ലോ. ലീഡർ ശ്രീ K കരുണാകരന്റെ സഹധർമ്മിണി കല്യാണിക്കുട്ടിയമ്മയെ പേരക്കുട്ടിയാവാൻ മാത്രം പ്രായമുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് നീചമായി അധിക്ഷേപിച്ചത് കേട്ട് നമ്മളെല്ലാരും ഞെട്ടിയവരാണല്ലോ. മോളെ മീര എന്ന് നീട്ടി വിളിച്ച് സ്വന്തം സൈബർ അണികളോട് അക്ഷരം തെറ്റിക്കാതെ വിളിക്കണേ എന്ന് ദുരർത്ഥ ഗർഭമായ ലിഞ്ചിങ് സന്ദേശം നൽകിയത് പ്രമുഖ നേതാവാണ്. ഇവർക്കിടയിലാണ് ലിൻഡോ മനുഷ്യ സ്നേഹത്തിന്റെ മഹാമാതൃകയാവുന്നത്. വികലാംഗൻ എന്ന് വിളിച്ചയാളെ കെട്ടിപ്പിടിച്ച് പുറത്തു കൊടുക്കുകയും DYFI പ്രവർത്തകർ പരാതി നൽകിയെങ്കിലും തനിക്ക് പരാതിയില്ലെന്ന് സ്റ്റേഷനിലെത്തി പറയുകയും ഒടുവിൽ ആ ലീഗുകാരനെ
കൂട്ടിക്കൊണ്ടുപോയി ചായ വാങ്ങി കൊടുക്കുകയും ചെയ്ത ലിൻഡോ തന്റെ രാഷ്ട്രീയവും സംസ്കാരവും വേറെയാണെന്ന് തെളിയിച്ചു. തെറി വിളിച്ചയാളെ നിരായുധനാക്കിയ സ്നേഹത്തിന് ലിൻഡോ നിനക്ക് ഹൃദയാഭിവാദനം എന്നാണ് മന്ത്രി എം.ബി. രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ച്. എത്ര മനോഹരമായിട്ടുള്ള പോസ്റ്റ് ആണ്. ഈ രണ്ട് പോസ്റ്റും രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു സ്വഭാവം കാണിച്ചു തരുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ മനുഷ്യരെ പോലെ ജീവിക്കുമ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ മനുഷ്യരാണോ മൃഗമാണോ ആർക്കറിയാം, അല്ലെ?